ശ്രീ ഫഖ്റുദ്ദീൻ അലി, ഇവിടെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് PKJ എന്നുള്ളതായിരുന്നു. പെഹൽവാൻ ഗുസ്തി താരങ്ങളുടെ വിഷയമാണ് അവിടെ ഉയർത്തിക്കാട്ടിയത്. കിസാൻ കർഷകരുടെ പ്രശ്നങ്ങൾ, കാരണം കർഷക സമരങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സംസ്ഥാനം ഹരിയാനയായിരുന്നു. കർഷക പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. പിന്നെ ജവാൻ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, സൈന്യത്തിൽ ചേരുന്ന യുവാക്കൾക്ക് പിന്നീട് ജോലിയില്ലാതെ പോകുമോ എന്നുള്ള പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഹരിയാനയിൽ. അപ്പോൾ ഈ PKJ ഫാക്ടർ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ പരീക്ഷണം അവിടെ വന്നത്. അതിലവർക്ക് അമിതമായ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഇന്ന് ഹൂഡയുടെയൊക്കെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത് പോലെയായിരുന്നു. കാരണം ഭരണത്തിലേറി എന്നുള്ള ഉറപ്പ് വന്നപ്പോഴാണ് അവർ പിന്നോക്കം പോയത്. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിച്ചു? കോൺഗ്രസ് കാണാത്ത എന്ത് ഘടകങ്ങൾ ഹരിയാനയിൽ BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു? അല്ല, അതിൽ എനിക്കൊന്ന് ഗോപകുമാർ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലൊരു ഫാക്ടർ. അതിലെനിക്ക് അഡീഷണൽ ആയിട്ട് കൂട്ടാനുള്ളൊരു ഫാക്ടർ, നമ്മൾ ഇന്ത്യയിലെ ഈ ജാതി രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജാതിയാണ് ഏറ്റവും നിർണായകമായ ഫാക്ടർ എന്ന് പറയുമ്പോൾ, നമ്മൾ സത്യത്തിൽ ഒരു 20 വർഷം മണ്ഡൽ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. മണ്ഡൽ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയിൽ ഹിന്ദുത്വ എലിമെൻറ്റിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിലൊക്കെ ജാതിയായിരുന്നു സത്യത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെല്ലാം തന്നെ ആളുകളെ ഡിവൈഡ് ചെയ്തിട്ട് ജാതി പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചു. പക്ഷേ ഈ സർവശിക്ഷ അഭിയാൻ പോലുള്ള പദ്ധതികളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ യൂണിവേഴ്സിറ്റികളും മറ്റും വന്നതോടുകൂടി ഹിന്ദുത്വ എന്നുള്ള വിഷയം കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വികസനത്തിന് സത്യത്തിൽ തടസ്സം നിൽക്കുന്നത് ഈ സോക്കോൾഡ് ജാതി എന്നൊരു ഫീൽ വരും. ജാതിക്ക് അതീതമായി നിൽക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന ജാട്ട് പാർട്ടികളാണെങ്കിലും ഇവർ ജാതി രാഷ്ട്രീയം വളരെ ഓപ്പണായി കളിക്കുന്ന ആളുകളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ജാതി രാഷ്ട്രീയം കളിക്കാറുണ്ട്, പക്ഷേ അത് അവർ ഓപ്പണായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം ജാതി രാഷ്ട്രീയം ഉള്ള ഒരു സ്ഥലത്ത് ജാതി രാഷ്ട്രീയം കളിക്കാതെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവരത് ഓപ്പണായിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പം ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു ഹിന്ദുത്വ ഫോൾഡ് ഈ പറയുന്ന ഹിന്ദി ഹാർലാൻഡിൽ കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് RSS പതുക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വിസിബിളായ ചേഞ്ചസ് നമ്മൾ കാണുന്നത് 90-കൾക്ക് ശേഷമാണ്. മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം, അതുണ്ടാക്കിയ അട്രോസിറ്റീസും, അത് വിചാരിച്ച് പെട്ടെന്ന് അതിൻ്റെ ഗുണം ഈ ജാതി എലമെൻറ്റുകൾക്ക് കിട്ടിയെങ്കിലും ഗ്രാജ്വലി അതിൻ്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനൊക്കെ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ BJPൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആഗ്രയിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അന്വേഷണ സമയത്ത് പറഞ്ഞു വെച്ചാൽ സവർണ വിഭാഗത്തിൽപ്പെട്ട BJP അനുഭവികൾ പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണ്ണയക്കായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരിച്ചടി, ഹിന്ദുത്വ എലിമെൻറ്റിലുള്ള ചില കൺഫ്യൂഷൻസും പ്രശ്നങ്ങളാണ് സത്യത്തിൽ പിന്നോട്ടടിച്ചത്. അല്ലെങ്കിൽ യോഗാന്തര യാദവ് ഒക്കെ പറഞ്ഞതുപോലെയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതെങ്കിൽ ബീഹാറിലൊക്കെ ആയിരുന്നല്ലോ തോറ്റാൻ വേണ്ടിയിരുന്നത്. അത് സംഭവിച്ചിട്ടില്ലല്ലോ. ബീഹാറിലും വലിയ തിരിച്ചടി വന്നിട്ടില്ല. വന്നത് UPയിലും ഈ പറയുന്ന മഹാരാഷ്ട്രയിലും ഇനി ഇവിടെ ഒക്കെയാണ്. അപ്പം ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടിയ വിജയമാണ്. ജാതിക്ക് അതീതമായി ഹിന്ദുക്കളെ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരാനുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ 100 വർഷമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി, അത് പ്രാവർത്തികമാക്കാൻ അവരെടുത്ത ശ്രമം, അതിന് കിട്ടിയ ഒരു വലിയൊരു അംഗീകാരം കൂടിയാണ് സത്യത്തിൽ ഈ വിജയം എന്ന് കൂടി ഞാൻ കാണുന്നത്. പക്ഷേ കോൺഗ്രസിന് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസിന് ഈ ഇന്ത്യ സഖ്യം എന്നുള്ള ലേബലിൽ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണല്ലോ, BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ള പരീക്ഷണം അത് വിജയത്തിന് അടുത്തുവരെ എത്തിക്കുവാനും കഴിഞ്ഞു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഓരോ പാർട്ടികളും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ സഖ്യത്തിൽ ഉറച്ചു നിൽക്കുകയില്ല. അത് കണ്ടു ഹരിയാനയിൽ. ആം ആദ്മി പാർട്ടി തങ്ങളുടെ ശക്തി ഹരിയാനയ്ക്കും പഞ്ചാബിനും വെളിയിൽ, ഡൽഹിക്കും പഞ്ചാബിനും വെളിയിൽ ഹരിയാനയിലേക്ക് കൂടി എത്തിക്കണം എന്നുള്ള താല്പര്യത്തിൽ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഈ വോട്ട് പെർസെൻറ്റേജും അതുപോലെ തന്നെ ഈ മാർജിൻ, വിക്ടറി മാർജിനൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ആം ആദ്മി പാർട്ടി ഘടകമൊക്കെ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം BJPക്ക് അനുകൂലമായ ഘടകമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം അത് പ്രായോഗികമല്ല എന്ന ഒരു തെളിവിലേക്ക് കൂടി ഇത് പോവുകയല്ലേ. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വിജയിച്ചു ഇന്ത്യ സഖ്യം. അങ്ങനെ വിജയിക്കുമ്പോൾ പോലും അവിടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പിന്നെ CPM-ഉം ഇതായിരുന്നു ആ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനികൾ. അവിടെയും വേറിട്ട് മത്സരിക്കുന്നവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്ക് എന്തായാലും BJPയെ നേരിട്ട് തോൽപ്പിക്കുവാൻ കഴിയില്ല. സഖ്യത്തിന്റെ രൂപത്തിൽ മത്സരിച്ചാൽ പോലും സഖ്യത്തിൽ എല്ലാ പാർട്ടികളും ഉറച്ചു നിൽക്കുകയുമില്ല. അത് BJPക്ക് അനുകൂലമായ ഒരു ഘടകമായി മാറുകയല്ലേ. അങ്ങനെ വരികയാണെങ്കിൽ മഹാരാഷ്ട്ര ഇനി കിടക്കുകയാണ്, ഡൽഹി ബാക്കി കിടക്കുകയാണ്, ജാർഖണ്ഡ് ബാക്കി കിടക്കുകയാണ്.
അല്ല, അത് സത്യമാണ്. ഇന്ത്യ, ഞാൻ അന്നും ഇന്നും ഇതിനൊരു അവിയൽ സഖ്യമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഈ ഇന്ത്യ സഖ്യത്തിലുപരിയായിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റിനൊരു കാരണം പ്രധാനമായിട്ട് ഹിന്ദുത്വ ഫോഴ്സിൽ ഉണ്ടായിട്ടുള്ള ചില ആശയക്കുഴപ്പമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേതിപ്പം വിശാലമായ അർത്ഥത്തിൽ DMK ഒക്കെ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ സീറ്റൊക്കെ വിട്ടുകൊടുത്തു, അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിലുപരിയായിട്ട് BJP ഒരു 300 മാർക്ക് ക്രോസ് ചെയ്യാതിരിക്കാൻ കാരണം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പറ്റിയ ചില അപാകതകൾ. തിരുവനന്തപുരത്ത് വരെ ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ ഫീൽഡ് ചെയ്തത് ഒരു 6 മാസം മുമ്പായിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ അന്വേഷിച്ച് നോക്കിയ സ്ഥലത്ത് ഇവർക്ക് രാജീവിന് നല്ല വോട്ട് കിട്ടുന്ന ചില സ്ഥലത്ത് വേണ്ട രീതിയിൽ പോളിംഗ് നടന്നിട്ടില്ല. ഇപ്പോൾ രാജീവ് കെട്ടിയതയ്ക്കപ്പെട്ട സ്ഥാനാർത്ഥി, അങ്ങനെ പല കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉത്തരേന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് BJP തോറ്റ സ്ഥലങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുമ്പം, ഈ ആം ആദ്മി പാർട്ടി നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ ഒരു അർബൻ ഏരിയയിലാണ് അവരുടെ സ്വാധീനം കുറച്ച് കൂടുതൽ. അപ്പോൾ അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇവർ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ ഇന്ത്യയിലെ അർബൻ മേഖല കൂടുതലുള്ള പ്രദേശങ്ങൾ ഡൽഹി, അതുപോലെ തന്നെ പഞ്ചാബ്, ഗുജറാത്തിൽ ഏതാണ്ട് മോർ ദാൻ 60% അർബൻ ഏരിയ ആണ്. അതുപോലെ ഗോവ. ഇതിപ്പോൾ കേരളത്തിലും അവർക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളും ഈ ചാരുകസയിൽ ഇരിക്കുന്ന പോലെ ബുദ്ധിജീവികൾ കേരളത്തിലെ പ്രസന്റ് പൊളിറ്റിക്സായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചില കോർപ്പറേറ്റ് രംഗത്ത് വരുന്ന ആളുകളെ നേതാക്കന്മാരായി കൊണ്ടുവന്നാണ് ആ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം. അല്ലെങ്കിൽ അവർക്ക് ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന രീതിയുടെ എമർജ് ചെയ്ത് വരാൻ പറ്റിയ പാർട്ടിയായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ റിസൾട്ട് ഒന്ന് ഓടിച്ചു നോക്കിയ സമയത്ത് ഈ അർബൻ മേഖലയിലാണ് കോൺഗ്രസിന് വലിയ പരാജയം വന്നിട്ടുള്ളത്. ഈ അർബൻ മേഖലയിൽ സത്യത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവരുടെ മേഖലയും ഈ ആം ആദ്മി പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡ് അർബൻ മേഖലയാണ്, ഗ്രാമീണ മേഖലയെക്കാളും കാട്ടും. അപ്പം ഇത് നമ്മൾ പൊതുവേ നോക്കുമ്പോൾ സത്യത്തിൽ ഈ ഇലക്ഷൻ കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന് കുറച്ചൊരു മൊബൈൽ ബൂസ്റ്റർ ആകുമായിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഇലക്ഷനിൽ വന്നൊരു അവിടെ ഫർദർ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ ഈ ഇലക്ഷനിൽ രക്ഷപ്പെട്ട ഒരാൾ ജോർജ് സോറോസ്. BJP തോറ്റിരുന്നെങ്കിൽ ജോർജ് സോറോസിന്റെ കളിയാന്ന് പറയായിരുന്നു. ഇതിലിപ്പം ഇനിയിപ്പോൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് EVM ആണ്. EVM കള്ളക്കളിയാന്നുള്ള ഓൾറെഡി പുറത്തു വന്നു. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം ജയിച്ചു. ഒരേ ദിവസം തന്നെയാണല്ലോ വോട്ടെണ്ണൽ നടന്നത്. അത് മാത്രമല്ല വോട്ടെടുപ്പും ഒരേ രീതിയിൽ തന്നെയായിരുന്നു പോയത്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഫക്രുദ്ദീൻ, ഈ ജമ്മു കാശ്മീരിലെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസിന്റെ വിജയമാണല്ലോ. അല്ലെങ്കിൽ ജമ്മു മേഖലയിൽ, ജമ്മുവിൽ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയ പ്രദേശമാണ്. കുറച്ച് സീറ്റുകളിൽ അവിടെ നാഷണൽ കോൺഫറൻസ് മത്സരിച്ചിട്ടുള്ളൂ. BJPക്കെതിരെ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ അലയൻസ് അവരുടെ തീരുമാനപ്രകാരം കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ ജമ്മുവിൽ മത്സരിക്കുമ്പോൾ കശ്മീർ വാലിയിൽ അവിടെയാണ് നാഷണൽ കോൺഫറൻസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത്. ആകെ കോൺഗ്രസിന് കുറച്ച് സീറ്റുകളെ മത്സരിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ജമ്മു മേഖലയിൽ BJP ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം, ഞാൻ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തെ കുറിച്ച് കാണുകയല്ല. ജമ്മു കാശ്മീരിൽ അവർ അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. ജമ്മു മേഖലയിൽ പക്ഷേ അവിടെ മാത്രമേ BJPക്ക് സ്വാധീനമുള്ളല്ലോ. അവിടെ 43-ൽ 29 സീറ്റും BJP നേടുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിന് ഹരിയാനയും ജമ്മു കാശ്മീരും നോക്കുമ്പോൾ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യ സഖ്യം, അതായത് നാഷണൽ കോൺഫറൻസിന്റെ തണലിൽ ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമാണ് കോൺഗ്രസിനുള്ള ആശ്വാസം. ശരിയാണോ? അത് ഇപ്പം നമ്മൾ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് EVM-ആയിട്ട് ബന്ധപ്പെട്ട കാര്യം എനിക്ക് അതിൽ വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. കാരണം നമ്മളതിനെ വിശ്വസിച്ച ഈ ജനാധിപത്യത്തിൽ ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ചേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഇദ്ദേഹത്തിന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹം ഈ ഹരിയാന വിഷയത്തിൽ EVM-നെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ BJP ജയിക്കുന്ന എല്ലാ സ്ഥലത്തും EVM-നെ കുറ്റം പറഞ്ഞിട്ട് ഇവർ തടിവിടുന്ന ഒരു സ്വഭാവമുണ്ട്. ഇനിയിപ്പോൾ BJP തോറ്റിന് ഒരു പക്ഷേ ജോർജ് സോറോസ് നടത്തിയ ഗൂഢാലോചന അവരും പറയായിരുന്നു. ഇത് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ റിസൾട്ടെക്കാളും ഞാൻ നോക്കിയ കാശ്മീരിലെ റിസൾട്ട്. കാശ്മീരിലെ ഈ ജമ്മു മേഖലയല്ല, ജമ്മു മേഖല ഗുജറാത്ത് BJPക്ക് സ്വാധീനം ഉണ്ടാകുന്നതിന് ഇപ്പോൾ ശക്തമായ സ്വാധീനമുള്ള ഹിന്ദുത്വ ശക്തികൾ വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഈ ജമ്മു ഏരിയ. അതുപോലെ തന്നെ ഡൽഹി, അതുപോലെ തന്നെ നമ്മുടെ ഈ മധ്യപ്രദേശ്, ഈ മേഖലയിൽ ശക്തമായ ഹിന്ദുത്വ ഫോഴ്സ് ഇവൻ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ വരെ ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ വാലിയിൽ എത്ര വോട്ട് BJPക്ക് എത്ര വോട്ട് അവിടെ കിട്ടും എന്നുള്ളത് ആണ് ഞാൻ നോക്കുന്നത്. വാലിയിൽ BJPന്റെ വോട്ട് 1%, 2% കൂടിയാലും മതി. അങ്ങനെ ഒരു BJPക്ക് അവിടെ വോട്ട് ഷെയർ കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ BJP പറയുന്ന, അതായത് ഈ പറയുന്ന അവിടെ വികസനം കൊണ്ടുവന്നു, അവിടുത്തെ ആളുകൾ തീവ്രവാദികൾക്കെതിരെ ഇപ്പോൾ BJPയോട് സഹകരിക്കാൻ തയ്യാറാണ് എന്നാൽ BJP വളരെ പോസിറ്റീവായി പറയുന്ന ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തമായ തെളിവായിട്ട് മാറും. BJP അവിടെ 3ാം സ്ഥാനം 4ാം സ്ഥാനത്ത് എത്തണ്ട, അവർ വോട്ട് ഷെയർ ചെറുതായിട്ടൊന്ന് കൂട്ടാൻ പറ്റിയാൽ മതി.
പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് അങ്ങനെ ഒരു നേട്ടം കശ്മീരിൽ ഉണ്ടായിട്ടില്ല അല്ലേ സർ? ഡോക്ടർ ജി ഗോപകുമാർ